അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കല്യാണമുള്ള ദിവസമാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഭയങ്കര വ്യൂസ് കുറവാട്ടപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ബോറടിച്ചു തോന്നുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ കണ്ടൻറ്റല്ലേ ഇടുന്നത്. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമാണല്ലോ ഇടുന്നത്. വേറെ ഒന്നും വ്യത്യസ്തതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അത് കാരണം നിങ്ങൾക്ക് ബോറടിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ നമുക്ക് പുറത്ത് പോകാനോ ഓരോ വീഡിയോസ് എടുക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പരമാവധി എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരേ വീഡിയോ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരണം. ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയുക. എന്താണ് വീഡിയോയ്ക്ക് വല്ല മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ കൂടെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. കമൻറ്റ് ബോക്സും ആകെ ചത്ത പോലെ കിടക്കുന്നുണ്ട്. കമൻറ്റുകളൊന്നും വരുന്നില്ല. കുറേ പേര് കമൻറ്റ് ഇടാത്തതുണ്ട്. നമ്മളതിനെ വീഡിയോയിൽ കട്ട സപ്പോർട്ടായിട്ട് നിന്നവരെ കമൻറ്റൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മംഗലത്ത് വെച്ചിട്ടാണ് കല്യാണം. വടക്കാഞ്ചേരി ഉള്ളവർക്കൊക്കെ അറിയും. മംഗലത്ത് സാഫല്യം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ കുഞ്ഞു ഇപ്പോൾ കരാട്ട കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. 10:30 കഴിയാൻ വരുമ്പോഴേക്കും ഉമ്മയാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ അവിടെ വീട്ടിൽ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താ വരാത്തത് വെച്ചിട്ട് 10:30 ആകുമ്പോഴേക്കും വിളി തുടങ്ങിയിട്ട് ഉമ്മാക്കാണെങ്കിൽ എവിടേക്കെങ്കിലും പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം അവിടെ പോകണം. അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വരണം കേട്ടോ. അതുപോലത്തെ ഒരു സ്വഭാവമാണ് ഉമ്മയുടെ. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി പോയിട്ട് ഉമ്മാനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തി, വണ്ടി അവിടെ വെച്ചു. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ കുഞ്ഞു മുന്നിൽ നടന്നിട്ട് നമ്മളെ വീഡിയോ ഒക്കെ പിടിക്കില്ല കേട്ടോ. അമ്മ കണ്ടോന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ പിടിക്കുന്നത് കുഞ്ഞുമാണ്. അപ്പോൾ ഇക്കാടെ 2 മക്കളും ഉമ്മയും പിന്നെ ഞാനും മക്കളുമാണ് കേട്ടോ പോണത്. പിന്നെ താത്താരൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് വരും. അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടോ. കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയ പ്രാവശ്യം എന്താ പറയുക, ഡ്രിങ്കൊക്കെ കുടിച്ചു. അതായത് ഫ്രഷ് ജ്യൂസ് തന്നെയായിരുന്നു കേട്ടോ. മുന്തിരി ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ മണ്ഡപത്തിൻ്റെ അകത്ത് കയറി കുറച്ച് നേരമൊക്കെ എല്ലാവരെയും കണ്ടു, വർത്താനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ താത്താരും കുഞ്ഞാത്തൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇത്തിരി നേരം വൈകിട്ടാണ് വന്നത്. അത് കാരണം കാണാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ എന്താ ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി ആയിരുന്നു കേട്ടോ. ചിക്കൻ മന്തി ആയിരുന്നു. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് മന്തി വേണ്ട പറഞ്ഞിട്ട് ഉമ്മ ബിരിയാണി വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പിള്ളേരൊക്കെ മന്തി കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫുഡായിരുന്നു. നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ചെക്കനും പെണ്ണിനൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കല്യാണം ആരുടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. കല്യാണം ഇക്കാടെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. ഇക്കാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ മൂത്താപ്പാടെ മോൻ്റെ കുട്ടിയുടെ കല്യാണം. മൂത്താപ്പാടെ മോൻ്റെ എന്നൊന്നും പറയാൻ പാടില്ല, നമ്മൾ ഇക്കാക തന്നെയാണ്. അപ്പോൾ നിങ്ങളിനിപ്പോൾ സ്വന്തം ആങ്ങളെയാണോ എന്നൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യണ്ടല്ലോ, സ്വന്തം തന്നെയാണ് ഇക്കാകൊക്കെ സ്വന്തം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഇനി അത് കമൻറ്റിലൂടെ എഴുതേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ ഇക്കാടെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. മോളുടെ കല്യാണം മുന്നേ കഴിഞ്ഞതാണ്, മോൻ്റെ കല്യാണമാണ് അപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അവരുടെ വീട്ടിലത്തെ ലാസ്റ്റ് കല്യാണം. അപ്പോൾ സൂപ്പർ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഉപ്പാടെ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വിശേഷങ്ങളിലൊക്കെ വരുമ്പോഴാണ് അവരെയൊക്കെ എല്ലാവരെയും കൂടി കാണാൻ പറ്റുക കേട്ടോ. ഉപ്പാടെ ഏട്ടനനിയന്മാരോ പെങ്ങളോ ഒന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. എല്ലാവരും മരിച്ചുപോയി. അവരുടെ മക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ ഐസ്ക്രീം കൊടുക്കണതിൻ്റെ അവിടെ എത്തിയിട്ടാ. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമിൻ്റെ അവിടെ പിന്നെ വലിയവരും കുട്ടികളും ഒക്കെ ഒരേ ലെവലിൽ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഐസ്ക്രീം കൊടുക്കണവിടെ ഭാഗമല്ലേ. എനിക്കവിടെ പോയി നിൽക്കാൻ ചമ്മലാട്ടോ. അപ്പോൾ എനിക്കുള്ളതൊക്കെ കുഞ്ഞു മേടിച്ചോടുന്നാണ് അവിടെ കണ്ട. ഭയങ്കര തിക്കും തിരക്കാട്ടോ, ഭയങ്കര ബഹളം അവിടെ. കുട്ടികളും കൈകാട്ടുണ്ട്, വലിയവരും കൈകാട്ടുണ്ട്, എല്ലാവരും കൈകാട്ടിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മളങ്ങനെ മുകളിലേക്ക് കയറി. അപ്പോൾ അവിടെ ദാ നമ്മുടെ ഇന്നത്തെ താരങ്ങളായ കല്യാണപ്പെണ്ണും കല്യാണച്ചെക്കനും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അറബി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കൊടുക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കിട്ടും, എന്തായാലും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാത്തത്, പാട്ട് കൊടുക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ലേശം ഭാഗത്തൊക്കെ കൊടുത്താലും കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയണം. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പിന്നെ കൊടുത്തില്ല കേട്ടോ. ആദ്യം വിചാരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ എനിക്ക് ഒരു പേടി തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ പാട്ട് കൊടുത്തില്ല.
അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടിട്ട് കുറേ നേരം ഇരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങാനും അവർ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ എന്തിനാണ് നിങ്ങൾ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഒന്നും വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു അകലെ നിന്നിട്ട് എടുത്താൽ മതി, വല്ലാതെ സൂം ചെയ്തിട്ടൊന്നും ആരെയും എടുക്കണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താലും എൻ്റെ ബാക്കിലിരിക്കുന്ന ആൾക്കാർ ആരാന്നൊന്നും അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ആരാന്ന് അറിഞ്ഞില്ലെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ അവനോട് പറഞ്ഞു അങ്ങനെ വല്ലാതെ സൂം ചെയ്തിട്ട് എടുക്കണ്ട പറഞ്ഞു. പിന്നെ ഇവരേനൊക്കെ എടുത്തോളാനൊക്കെ പറഞ്ഞിട്ട് തന്നെ കേട്ടോ ഞാൻ എടുത്തത്. വീഡിയോ എടുത്തോളാൻ സമ്മതം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ എടുത്തതും ഇന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തത് അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കും ഒരു മടി തന്നെയാണ്. അപ്പോൾ കുഞ്ഞാണ് കൂടുതലും വീഡിയോ ഒക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് പെണ്ണിനും ചെക്കനൊക്കെ കുറേ നേരം ഇരുന്ന് കണ്ട് പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് തന്നെ ഇറങ്ങി പോന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇക്കാക, ഇതാണ് ഞങ്ങളുടെ വലിയ ഇക്കാക. അങ്ങനെ ഇക്കാകാനൊക്കെ കണ്ട് കുറേ നേരം അവിടെയൊക്കെ നിന്ന് ചുറ്റിപ്പറ്റി നിന്ന് എല്ലാവരെയും കണ്ട് അറിയാത്തവരേനെയും അറിയണവരേനും ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഒന്ന് നോക്കും. ചുരിദാറുകളും സാരികളും ഒക്കെ ആണെങ്കിലും എല്ലാതൊക്കെ ഒന്ന് കണ്ട് നമുക്ക് അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കല്യാണത്തിന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോക്ക് നാളെ വരെ. അതൊരിക്കലും